ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ചില തൈകൾ, അതായത് പപ്പായ കൃഷി ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ പച്ചമുളക് കുഴിച്ചിട്ടതാ, വിത്ത് കൊണ്ടുവന്നിട്ട് ഒരു 10-20 ദിവസമായി. ഇതിൻ്റെ മുകളിലാണ് ഞാൻ വിത്ത് വെക്കാറ്. അതായത് വെറുതെ വെക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള ബോക്സുകളിൽ സൂക്ഷിക്കണം. എന്നിട്ട് അതിൽ ഒരു ശകലം വെണ്ണീർ ഇടുക, കുറച്ച് മണ്ണിടുക. അങ്ങനെ ആകുമ്പോൾ എന്താണെന്നോ, ഉറുമ്പ് മറ്റ് ജീവികളുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല. അപ്പം ഇതിൻ്റെ സീഡ്സ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. കുറേ ഉണ്ട്. പിന്നീട് ഇത് നമ്മുടെ മുരിങ്ങ ചെടിയാണ്, കായ മുരിങ്ങ. ഒരു മാസത്തിനുള്ളിൽ അത് കായ്ക്കും. പിന്നെ ഇത് നല്ല തണലാണ്. ഇത് അവരക്ക, ഇത് മിറക്കൽ ഫ്രൂട്ട്സ്. പിന്നെ പച്ചമുളകുണ്ട്, ചില ഐറ്റം ചീരകളുണ്ട്. ഇത് ചീരക പൂവിട്ടിട്ട് നിൽക്കുകയാണ്. ഇത് കക്കരി, എന്താണിപ്പോൾ ഇതിൻ്റെ പേര്, കോവക്ക. അവരൊക്കെ ഇപ്പോൾ ഏകദേശം ആയി. പക്ഷെ അവരൊക്കെ വലിയ വലിപ്പം ഉണ്ടാകില്ല. ഇതൊക്കെ മുളക്, ഇത് ചക്കപ്പഴം, ഇത് ഓറഞ്ച്. നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇത് കറി വെക്കുന്ന പാലക്കാട് നിന്ന് കൊണ്ടുവന്ന ഒരു ചെടിയാണ്. അതേമാതിരി ബട്ടറിൻ്റെ ഒരു ചെടിയാണിത്. ഇതാണ് മുള്ളൻചക്ക. ചില ആളുകൾ പറയും ദീപിച്ചക്ക എന്നെല്ലാം പറയും. ഇത് നേരത്തെ നാം ചെയ്തിട്ടുള്ള ഒരു പപ്പായയുടെ വിത്ത് ഇതിങ്ങനെ ഇട്ടുക. ഇതൊരു ചാണ് വലിപ്പമാകുമ്പോഴുള്ളൂ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടാൻ പറ്റുക. അപ്പോഴുള്ള അതിന് ഒരു കരുത്തുണ്ടാവുകയുള്ളൂ. പിന്നെ വേപ്പിൻ്റെ ഇല ഞാൻ കുഴിച്ചിട്ട വേപ്പ് നന്നായി നനക്കണം. കഞ്ഞിവെള്ളമാണ് നനക്കാൻ നല്ലത്. അതുപോലെ ഓടിൻ്റെ ഇതുണ്ടല്ലോ, പൊട്ടുകൾ, അത് ചുറ്റോറും വെക്കുകയാണെങ്കിൽ നല്ല കുളിര് കിട്ടും ഈ ചെടിക്ക്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ തന്നെ ഉണ്ടോ, എന്താ വാവ്, ഒരു ലോകം മുഴുവനും അവരൊക്കെ തന്നെ. പിന്നെ ഇവിടെ ഒരു പ്രശ്നം നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ കോവക്കലേശം കുഴിച്ചിട്ടിരുന്നു. അതിപ്പോൾ ഇങ്ങോട്ട് വീടുമ്പക്ക് ചാരിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് കാറ്റിനിപ്പോൾ അങ്ങോട്ട് പെയ്ക്കുക, നല്ല കാറ്റാണ് ഈ ഭാഗത്തെല്ലാം. അതുമാതിരി പച്ചമുളകുകൾ, ഇതൊക്കെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ വിത്താക്കി കൊണ്ടുവന്ന് കുഴിച്ചിട്ട് വലുതായിട്ട്, വെണ്ടയ്ക്കൊക്കെ ഒരുപാടുണ്ടാകുന്നു. അറുത്ത് ഇതിപ്പോൾ കുറഞ്ഞു പോയി. ഈ ഒരു ഇലക്കൊരു ചെറിയ പ്രശ്നം വരികയാണ്. ഇല ഇങ്ങനെ മടങ്ങിയിട്ടേ ഒരു ചായ തിന്നാണ്. ഇത് വേറൊരു ചീരയാണ്. അതുപോലെ പാഷൻ ഫ്രൂട്ട് അതുണ്ട്. പിന്നെ കുരുമുളകുണ്ട്, കുറ്റിക്കുരുമുളകാണിത്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട്സ്. പപ്പായ രണ്ടും ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഇത് കട്ട് ചെയ്ത് വെക്കണത് എന്തിനാന്ന് വെച്ചാൽ, ഇത് കുറച്ച് കണ്ട് വലുതായി കഴിഞ്ഞാലേ, കായകളെല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഈ പപ്പായൻ്റെ ചെടി ഒന്ന് മുരടിക്കും. അപ്പം മുരടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ പച്ചമുളകൊക്കെ നല്ല വിളവെടുക്കാനായിക്കോളും, നല്ല പച്ചമുളക്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. കാരണം നിങ്ങളുടെ
പ്രോത്സാഹനമാണ് നമ്മുടെ ഈ ചെറിയ കൃഷിക്ക് പിന്നെ ഒരു സപ്പോർട്ട് കിട്ടുന്നത്. ഇതിപ്പോൾ ഇനി ചേമ്പ് കുഴിച്ചിടാനുണ്ട്. അത് കവറ് കുഴിച്ചിടുക, കാരണം 2 സെൻറ്റ് സ്ഥലമുള്ളൂ അവിടെ. ഇത് കൂടുതലൊന്നും ചെടികളൊന്നും കുഴിച്ചിടാനുള്ള സ്ഥലമില്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.